ടയർ 4 ആണ് സ്റ്റുഡൻറ്റ് വിസ, അത് ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ ടയർ 4 എന്നാണ് പറയാം. അത് പിന്നെ ടയർ 2 വരുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു വർക്ക് പെർമിറ്റ് എന്നുള്ളത് കിട്ടാൻ വേണ്ടി കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. എന്തായാലും ചേഞ്ച് ചെയ്യണം. അതെ, അപ്പോൾ ഏറ്റവും നല്ല കൺട്രി ചൂസ് ചെയ്യാമെന്ന് നേരത്തെ ചോദിച്ചല്ലോ നിഹാൽ. അപ്പോൾ കൺട്രി ചൂസ് ചെയ്യുന്നത് അവിടെ സെറ്റിൽമെൻറ്റും കൂടെയാണ്. അപ്പോൾ UK യുടെ കേസ് നിഹാലിന് അറിയാമല്ലോ എന്താണ് UK കറൻറ്റ് ജോബ് മാർക്കറ്റ് എന്താണ്, ജോലി കിട്ടാത്ത അവസ്ഥയാണോ. ഇതിപ്പോൾ എന്തായാലും 2 വർഷത്തേക്കല്ല അവർ പോകുന്നത്. അവിടുത്തെ ഒരു വർക്ക് ഒപ്പിച്ച് അവിടെ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടി നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് അറിയാമല്ലോ എങ്ങനെയാണ്. UK എന്താണെന്ന് വെച്ചാൽ ഞാൻ പോകുന്നിട്ട് കുറച്ചായി, ഒരു 2 years ആയി. ഇതിൻ്റെ ഇടയിലൊന്ന് ജസ്റ്റ് വിസിറ്റിങ്ങിന് പോയി വന്നെന്നുള്ളൂ, ഹസ്ബൻഡ് കണ്ടു വന്നെന്നുള്ളൂ. അപ്പോൾ എന്താ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ പാർട്ട് ടൈം പിന്നെയും നമ്മൾക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് കിട്ടും. കാരണം ഈ പറഞ്ഞ പോലെ വെയർ ഹൗസിലാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള വർക്ക്. ഫുൾ ടൈം അല്ല. യെസ്, ഞാൻ പാർട്ട് ടൈം ആയിട്ടായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫുൾ ടൈം ഞാൻ അങ്ങനെ വർക്ക് ചെയ്തിട്ടില്ല. വെക്കേഷൻ ടൈമിൽ മാത്രമേ ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൂ. അതും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കോവിഡ് ടെസ്റ്റ് സൈറ്റ് അസിസ്റ്റൻ്റ് ആയിട്ടായിരുന്നു. അത് കോവിഡിൻ്റെ ടൈമിൽ, അതും ടെമ്പററി ആയിട്ട്. യെസ്, ടെമ്പററി ആയിട്ട്. അതുകൊണ്ട് എനിക്ക് ആ വർക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നല്ല സ്മൂത്ത് ആയിരുന്നു കാര്യങ്ങൾ. ലാംഗ്വേജ് അവരുടെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ആ ലാംഗ്വേജ് ഒരു പ്രശ്നമായിട്ട് ഫസ്റ്റ് വന്നു, പക്ഷെ പിന്നെ അങ്ങോട്ട് യൂസ്ഡ് ആയി. ആക്സെൻറ്റിൻ്റെ ഒക്കെ ഒരു പ്രശ്നമായിരുന്നു സത്യം. അപ്പോൾ പിന്നെ അതങ്ങോട്ട് സെറ്റായിപ്പോയി. പക്ഷെ എന്നിരുന്നാലും എന്താ പെർമനൻ്റ് ആയിട്ടൊരു ജോബ് നോക്കുന്ന ആളുകൾക്ക് സംബന്ധിച്ച് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ പിന്നെ കെയർ വിസ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നോക്കേണ്ടി വരും. അല്ലാതെ ഒരു ജോബ് അല്ലെങ്കിൽ ഇപ്പോൾ IT പ്രൊഫഷണൽസിന് കുറച്ചും കൂടി എന്താ പറയുക ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. IT അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സുകൾ, നഴ്സിംഗ് ഒക്കെ പോലത്തെ അങ്ങനത്തെ കോഴ്സുകൾക്ക് പിന്നെ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് തോന്നുന്നു. അല്ലാതെ ഇപ്പം എന്നെ പോലെ ഇപ്പോൾ MBA പഠിച്ച ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിട്ട് അവിടെ ഒരു വർക്ക്, അതെ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. യെസ്, എക്സാക്ട്ലി. ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന സമയത്ത് പാർട്ട് ടൈം കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ ഈസിയാണ്. പാർട്ട് ടൈം ജോബ് അല്ലല്ലോ പെർമനന്റ് ആക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ച് മനസ്സിലായില്ല. ഫുൾ ടൈം ആഫ്റ്റർ സ്റ്റഡീസ് ഒരു ഡ്രീം ചെയ്യുന്നത് ആ പഠിച്ചു തന്നെയാണ് ജോബായിട്ട് കിട്ടാന്നുള്ളത്. അതായത് നമ്മൾ ടയർ 2 വിസയിലോട്ട് മാറണമെങ്കിൽ കുറച്ച് ഈ ജോബിന് കുറച്ചൊരു ക്രൈറ്റീരിയ ഉണ്ട്. അപ്പം ആ ജോബ് കുറച്ച് ബുദ്ധിമുട്ടാണ് കിട്ടാൻ വേണ്ടിയിട്ട്. അതുമാത്രമല്ല ഒരുപാട് യൂറോപ്യൻസ് ലോകത്തുള്ള എമ്പാടെല്ലാളും ഉള്ള സിറ്റിയാണ് ലണ്ടൻ. ഒരുപാട് യൂറോപ്യൻസ്. നമ്മളും മലയാളീസ് ചിന്തിക്കുന്നത് നമ്മളെ ഉള്ളൂ എന്ന് ചിന്തിക്കരുതല്ലോ. അല്ലെ, ഞാൻ കാണുന്ന പലർക്കും തോന്നുന്നുണ്ടാവും അപ്പോൾ എന്തുകൊണ്ടാണ് കിട്ടാത്തത് എന്നല്ല. ഇതെല്ലാ ആളുകളും അവിടെ ഉണ്ട്. ഈവൻ യൂറോപ്പിനെ പ്രിഫറൻസ് കൊടുത്തേക്കാം. പ്രത്യേകിച്ച് ലാംഗ്വേജ്, യൂറോപ്യൻസ് ലാംഗ്വേജ് പഠിച്ച് നമ്മളും പഠിക്കുന്ന പോലെ തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി അല്ല. പലർക്കും അങ്ങനെ ഒരു വിചാരമുണ്ട്. യൂറോപ്യൻ കൺട്രീസ് എല്ലാം ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആണല്ല, അവരുടെ അവരുടേതായിട്ടുള്ള പെർട്ടിക്കുലർ ലാംഗ്വേജ് ഉണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് എല്ലാ ആളുകളും അവിടെ ഉണ്ട്. ആപ്റ്റായിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കണമെങ്കിൽ. പിന്നെ പഴയ പോലെ അല്ലല്ലോ, ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് കയറി വന്നു. ഞാൻ പോകുന്ന സമയത്ത് പറഞ്ഞാൽ കുട്ടികളുണ്ടായിരുന്നു, ഇല്ല എന്നല്ല, പക്ഷെ എന്നാലും ഒരു ലിമിറ്റഡ് ആയിരുന്നു. ഭയങ്കരമായിട്ട്. അതെ, ലണ്ടനിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫുള്ള് മലയാളികളാണ്. അതെ അതെ, യൂറോപ്പിലോട്ട്. യെസ്, കാരണം കുറേ കൺട്രികൾ ഞാൻ അന്ന് നോക്കിയിരുന്ന സമയത്ത് തന്നെ കുറേ കൺട്രികളിലോട്ട് സ്പൗസ് വിസ ഇല്ലായിരുന്നു. അപ്പോൾ UK ആയിരുന്നു നമ്മൾ ഫസ്റ്റ് പ്രിഫർ ചെയ്തത്. യെസ്, പിന്നെ IELTS ഓപ്പൺ ആയില്ലേ, ഒരുപാട്. അത് വീണ്ടും ഒരു കാരണമായി. അതെ, പിന്നെ ഇപ്പോൾ ലണ്ടനിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫുള്ള് മലയാളികളാണ്. അവിടെ ഈസ്റ്റ് ടൗൺ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറേ അമ്പലങ്ങൾ, കുറേ മലയാളി റെസ്റ്റോറൻറ്റ്സ്, ഫുള്ളും മലയാളികളാണ്. എവിടെ തിരിഞ്ഞാലും മലയാളം. കോമഡി റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. വെറുതെ ഇല്ല കേട്ടോ. അതെ അതെ, കുറേ. പിന്നെ എന്താ പറയുക, നമ്മുടെ പായസം, ഫുഡ് ഇപ്പം അമ്പലത്തിൽ നിന്നൊക്കെ നമുക്കിങ്ങനെ പായസമൊക്കെ തരുമല്ലോ. അപ്പോൾ ഇങ്ങനെ സ്ട്രീറ്റിൽ കൂടെ നടക്കുന്ന സമയത്തൊക്കെ അവർ കൊണ്ടുവന്നു. ഫുൾ ഇന്ത്യൻ കൾച്ചർ. ഒന്നും വേണ്ട, പുറത്തൊക്കെ ഇങ്ങനെ നമ്മുടെ ഇപ്പോൾ SM സ്ട്രീറ്റിലൊക്കെ പോയി കഴിഞ്ഞാലുണ്ടാവുമല്ലോ, പുറത്തിങ്ങനെ സ്ട്രീറ്റിലിട്ട് സാധനങ്ങൾ വിൽക്കുന്നത്, അത് വരെയുണ്ട്. ജ്വല്ലറികളുണ്ട്. ഇപ്പോൾ UK സ്പൗസ് വിസ ഇപ്പോൾ അലൗഡ് അല്ലല്ലോ. ബാച്ചിലേഴ്സിലാണെങ്കിലും മാസ്റ്റേഴ്സിലാണെങ്കിലും ഇപ്പോൾ സ്പൗസിനെ കൊണ്ടുവരാൻ പറ്റില്ല. ഇല്ല, UGക്ക് പറ്റലുണ്ടായിരുന്നില്ല സ്പൗസിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പക്ഷെ PG കോഴ്സുകൾക്ക് പറ്റാറുണ്ടായിരുന്നു. പിന്നെ അതിപ്പോൾ മാറ്റി. ഇപ്പോൾ ഞങ്ങൾ വന്ന് ഒരു സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോഴത്തേന് ആ ഒരു റൂൾ അവരെടുത്ത് മാറ്റി. കാരണം ഒരുപാട് കുട്ടികൾ വന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാതും ബുദ്ധിമുട്ടായി വന്നു. ഈ ജോബിൻ്റെ കാര്യങ്ങളും ഒക്കെ. ഇപ്പോൾ ഒരു റീസെൻ്റ്ലി ന്യൂസ് വന്നിട്ടുണ്ടല്ലോ, അത് ഒഫീഷ്യലി ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ കെയർടേക്കർ വിസ ഇനി കിട്ടാൻ ചാൻസ് കുറവായിരിക്കും. പുറത്തുനിന്നുള്ള ആളുകൾക്ക് കെയർടേക്കർ വിസ കൊടുക്കുന്നില്ല. PhDക്ക് സ്പൗസ് വിസയിൽ കയറാനുള്ള ഓപ്ഷൻ ഇപ്പോഴും. PhDക്ക് കയറാനുള്ള ഓപ്ഷൻ ഉണ്ട്.
പക്ഷെ PG ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് സ്പൗസ് വിസ നിർത്തി. ഈ സ്പൗസ് വിസ അലൗഡ് ചെയ്തപ്പോൾ ഒരുപാട് യങ് കപ്പിൾസ് നല്ല രീതിയിൽ മൈഗ്രേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഫണ്ടൊക്കെ അറേഞ്ച് ചെയ്തിട്ടായാലും എങ്ങനെയെങ്കിലൊക്കെ കയറി പറ്റി. അപ്പോൾ ഇപ്പോൾ അത് നല്ല രീതിയിൽ അത് ബ്ലോക്ക് ആയില്ല. അതെ, ശരിക്കും എന്താന്ന് വെച്ചാൽ പഠിക്കാന്നുള്ളതിലുപരി അവിടെ ചെന്ന് എങ്ങനെയും സെറ്റിൽ ആവാന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ശരിക്കും സ്പൗസിനെ കൊണ്ടുവരുന്ന ആളുകളൊക്കെ ചിന്തിക്കണത്. അപ്പോൾ ആ ഒരു സാധനം വന്നപ്പോൾ അവർ കൂടുതലായിട്ടൊന്ന് ചവിട്ടിപ്പിടിച്ചു. ഇപ്പോൾ ഓൺഗോയിങ് ആ വിസയിലുള്ളവർക്ക് അത്ര പ്രോബ്ലം ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ഇല്ല, അവരെ വല്ലാണ്ട് എഫക്റ്റ് ചെയ്തിട്ടില്ല. കാരണം അവർ അതിന് ശേഷമാണല്ലോ റൂള് ഡിക്ലെയർ ചെയ്തത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം പിന്നെ അവരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഫക്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കെയർ ടേക്കർ വിസ സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്ന കേസ് അത് കൂടുതലും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, അതായത് അത്യാവശ്യം സഫീഷ്യൻ്റ് ആളുകളായി എന്നുള്ളതല്ലേ. ആളുകൾ അത്യാവശ്യം വർക്കിംഗ് ലെവലിൽ ആളുകൾ അത്യാവശ്യം കിട്ടാനുണ്ട്, ഓൾറെഡി ഫില്ലാണ്. ശരിയല്ലേ? അതെ അതെ, കാരണം സ്റ്റുഡൻസ് ഒക്കെ കൂടുതലും ഏറ്റവും ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ജോബാണ് ഈ കെയർ ടേക്കർ വിസ. അതിന് പ്രത്യേകിച്ച് ഒരു ക്വാളിഫിക്കേഷനോ അങ്ങനത്തെ ഒന്നിൻ്റെ ആവശ്യമില്ല. കുറച്ച് പേഷ്യൻസ് വേണം നമുക്ക്, ആ ഒരു സാധനം മാത്രം മതി. ബാക്കി എന്താ പറയുക, ഇപ്പോൾ ഒരു ലാംഗ്വേജ് അങ്ങനെ ഒരു ബാരിയറായിട്ട് വരുന്നില്ല, അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൂടുതലും നമ്മുടെ സ്റ്റുഡൻസ് കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്നത് ഈ ഒരു കെയർ ടേക്കർ വിസ എന്നുള്ളതാണ്. സ്റ്റുഡൻസ് അല്ലെങ്കിൽ അവരുടെ സ്പൗസ്, ഇവരൊക്കെ ഓപ്റ്റ് ചെയ്യണത് നേരെ ഈ പറഞ്ഞ പോലെ കെയർ ടേക്കർ വിസയാണ്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് UK അത്യാവശ്യം മൈഗ്രേഷൻ നടത്തിയിട്ടുണ്ട്, ഒരുപാട്. അത്യാവശ്യം ഇൻടേക്ക് എല്ലാ ഇൻടേക്കിലും നമ്പർ കയറിയിട്ടുണ്ട്. അതെ, അത് അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു കൺസൾട്ടൻസി ഏജൻസികളിൽ നിന്ന് തന്നെ വലിയൊരു നമ്പർ അതിൻ്റെ റെക്കോർഡൊക്കെ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു, പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇത് ഓൾ ഓവർ ഇന്ത്യയിൽ എല്ലാ സ്റ്റേറ്റിൽ നിന്ന് ആളുകൾ പോകുന്നുണ്ട്. ഏകദേശം 1 lakh+ സ്റ്റുഡൻസ് സ്റ്റഡി അബ്രോഡ് ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും കൂടെ എല്ലാവരും കെയർ ടേക്കർ ആവാന്ന് ഇതിന് മാത്രം ടേക്ക് ചെയ്യാൻ മാത്രം ആളുകളുണ്ട്, കെയർ ചെയ്യാൻ മാത്രം ആളുകളുണ്ട് അവിടെ. കുറച്ചൊക്കെ ആളുകളുണ്ട്, പക്ഷേ ഫാക്റ്റ് പറയണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ തന്നെ അത് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ട്. അത്രയും സ്റ്റുഡൻസ് കയറിയതിനേക്കാളും സ്പൗസുകൾ കയറിയ സമയത്ത് അവരെ അപ്പോഴാണ് ശരിക്കും നമ്മളെ സ്റ്റുഡൻസിനെ പോലെ എഫക്റ്റ് ചെയ്യൽ തുടങ്ങി. കാരണം സ്റ്റുഡൻസിന് ഈ പറഞ്ഞ പോലെ വീക്കിലി 20 hour വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ഹോമുകൾ ഈ ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ആളുകളെ മാത്രം ഫോക്കസ് ചെയ്തു. കാരണം എപ്പോൾ വിളിച്ചാലും കിട്ടും, എപ്പോൾ വർക്ക് ചെയ്യാം. അപ്പോൾ ഈ സ്റ്റുഡൻസിന് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് വന്നു. ഈ സ്പൗസ് കുറേ ഡിപ്പെൻഡൻറ്റ് വിസകൾ കുറേ കയറിയ സമയത്ത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 lakh സ്റ്റുഡൻസ് കയറുന്നുണ്ടെങ്കിലും ഇത് എല്ലാവർക്കും പറയുമ്പോൾ തന്നെ ഇതാണെന്ന് പറയും വർക്ക്, പക്ഷേ ഇതെല്ലാം സത്യത്തിൽ പല പറയാൻ പറ്റാത്ത വർക്കുകളുണ്ട്. വീട്ടിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സങ്കടമായി പോകും. ഭയങ്കര അതൊക്കെ ഒരു റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ന്യൂസ് ചാനലിൽ. ഒരു ചെയ്യുന്ന ജോലികൾ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു ഫിയർ BGM ഒക്കെ ഇട്ടിട്ട് ഒരു ന്യൂസ് ഔട്ട് ചെയ്തിരുന്നു UK. അപ്പോൾ അത് ചെയ്യുന്ന ജോലികൾ വലിയ പ്രയാസമുള്ളതെന്ന് പറയാൻ പറ്റാത്തതും, കാരണം ഒരു വലിയ ലൈഫ് സ്റ്റൈലും ഇതൊക്കെയാണ് സ്റ്റോറീസിലൊക്കെ കാണിക്കുക. ഇത് ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ, പ്രത്യേകിച്ച് കാനഡയിലൊക്കെ പോകുന്നത് അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള പിള്ളേർ പോലും ഹോട്ടൽ ക്ലീനിങ്, എന്താ പറയുക, ബേറർ ജോലികളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ഔട്ട് ചെയ്യില്ല അവർ. പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ ഒരു ഫീമെയിൽസൊക്കെ കുറേയൊക്കെ എന്താ പറയുക കെയർ ടേക്കർ വിസ, കെയർ ഹോം വിസ എന്നൊക്കെ പറഞ്ഞൊരു സ്റ്റാൻഡേർഡിൽ വെക്കും. ശരിക്കും സ്റ്റഡി അബ്രോഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ് പറയുമ്പോൾ നമ്മളെ കംഫർട്ട് സോണിൽ നിന്ന് വിട്ടു നിൽക്കുക, അതാണ് ഇതിൻ്റെ ഒരു മെയിൻ കാര്യം സത്യമായിട്ട്. കാരണം നമ്മൾക്ക് ഇവിടുന്ന് കിട്ടുന്ന ആ ഒരു കംഫർട്ട് ഒരിക്കലും അവിടെ ചെന്ന് വേറൊരു കൺട്രിയാണ്, അപ്പോൾ അതിൻ്റെതായുള്ള ബുദ്ധിമുട്ടുകൾ എന്തായാലും ഉണ്ടാവും. ഫുഡാണെങ്കിലും പിന്നെ നമ്മുടെ അക്കോമഡേഷൻ ആണെങ്കിലും നമ്മുടെ ഒപ്പമുള്ള ആളുകൾ, അപ്പം അതിൽ എല്ലാതും ഫേസ് ചെയ്ത് വരാമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക, നമ്മൾ അതിനായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വേണം ഒരു എന്താ അബ്രോഡ് എന്നുള്ളത് ആ ഡിസിഷൻ എടുക്കാൻ വേണ്ടി കണ്ട്. പാർട്ട് ടൈം ജോബിൻ്റെ കേസ് പറഞ്ഞെങ്കിലും ഫുൾ ടൈം വർക്ക് അതിനാണല്ലോ ഇപ്പോൾ നമ്മൾ സെറ്റിൽമെൻ്റ് എന്ന് പറഞ്ഞല്ലോ. ആഫ്റ്റർ സ്റ്റഡീസ് ഒരു കറക്റ്റായിട്ട് എക്സാക്റ്റ് ഒരു ജോബ് കിട്ടുക. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്രയും കുട്ടികൾ പോകുന്നുണ്ട്, ഇപ്പോൾ ജോബ് അവിടെ സെറ്റിലാവാം. ഈ ജോബ് കിട്ടുന്നതിൻ്റെ എക്സാക്റ്റ് ഇൻഫർമേഷൻ എന്താ അവിടെ ശരിക്കും യഥാർത്ഥത്തിൽ സെറ്റിലാവുന്നുണ്ടോ? അതായത് ഫുൾ ടൈം ജോബാണോ? ഫുൾ ടൈം ജോബാണ്, പാർട്ട് ടൈം ജോബിൻ്റെ അല്ല, ഫുൾ ടൈം ആണ് എന്തൊക്കെയാണ് അറ്റ് ദ എൻഡ് ഉദ്ദേശിക്കുന്നതാണ്. കാരണം ഇത് വിസ ടൈപ്പൊക്കെ മാറുമല്ലോ, കാരണം ഇത് സ്റ്റുഡൻറ്റ് വിസയിൽ നിൽക്കുമ്പോഴൊക്കെ കുറേയൊക്കെ നടക്കും. ഇതിൻ്റെ ഒരു ചേഞ്ചിങ് വരുമ്പോഴേ, അതായത് ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിൽ നിൽക്കുന്ന ഒരു ഡിപ്പെൻഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിട്ട് വർക്ക് കിട്ടാൻ വലിയൊരു ബുദ്ധിമുട്ടില്ല. കാരണം ഫുൾ ടൈം അവർക്ക് വർക്ക് ചെയ്യാനുണ്ട്, പിന്നെ അവർക്ക് വിസ ഉണ്ട്. പക്ഷെ നമ്മൾ ഒരു വിസ മാറ്റം വരുമല്ലോ. ഇപ്പോൾ ടയർ
ടയർ 4 ആണ് സ്റ്റുഡൻറ്റ് വിസ, അത് ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ ടയർ 4 എന്നാണ് പറയാം. അത് പിന്നെ ടയർ 2 വരുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു വർക്ക് പെർമിറ്റ് എന്നുള്ളത് കിട്ടാൻ വേണ്ടി കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. എന്തായാലും ചേഞ്ച് ചെയ്യണം. അതെ, അപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കെയർ വിസ അവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ കുറേ റൂൾസ് കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. വർക്ക് പെർമിറ്റിലേക്ക് ചേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മാറ്റാൻ പറ്റില്ലെങ്കിൽ പിന്നെ എല്ലാവരും പോകുന്നതിലും വലിയ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ UK തിരഞ്ഞെടുക്കുമ്പോൾ നല്ലോണം ആലോചിക്കേണ്ടതുണ്ട്. ശരിയല്ലേ? അതെ, ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് വരിക. പിന്നെ നമ്മുടെ കയ്യിലൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, അതാണ്. അതെ അതെ, UK പ്ലാൻ ചെയ്യുന്നവർ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോയില്ലെങ്കിൽ പ്രശ്നം തന്നെയാണ്. കാരണം വർക്ക് ലൈഫിലേക്ക് വരുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ? നേരത്തെ പറഞ്ഞാൽ ഈ ഒരു കാര്യങ്ങൾ മാത്രമേ നടക്കുള്ളൂ. പിന്നെ ഞാനൊരു കാര്യം കേട്ടു, അത് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തിട്ടില്ല. അതായത് PR ഇപ്പം പണ്ടൊക്കെ PR കിട്ടണം എന്നുണ്ടെങ്കിൽ, പെർമനന്റ് റെസിഡൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു 5 years നമ്മൾ വെയിറ്റ് ചെയ്താൽ മതിയായിരുന്നു, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പം അത് ഈ 5 years മാറ്റി 10 yearsലോട്ട് നേരെ ജമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. 10 years നമ്മൾ ചെയ്യുന്ന ആ വർക്ക് തന്നെ ചെയ്ത് അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ട്. ചെറിയൊരു ഷോ ഓഫും കൂടെ അതിൽ വരുന്നുണ്ട്. UK പോകുന്നത് എന്നുള്ളത്. കാരണം സ്റ്റഡി എബ്രോഡിന് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ USA, അതല്ലെങ്കിൽ UK, ഓസ്ട്രേലിയ, കാനഡ. ഇവിടെ നിന്ന് അങ്ങോട്ട് 12-13 ലക്ഷം രൂപ ഒരു MBA പ്രോഗ്രാം ഇന്നുണ്ട് അല്ല, ഒരു ഇയർലി. ഇത് ലിവിങ് എക്സ്പെൻസും കൂടെ വലിയൊരു വിഷയമാണ്. അത് നേരത്തെ പറഞ്ഞു നമ്മൾ